കൊലപ്പെടുത്തിയത് ഭാര്യ ശാരിമോളെ, ആക്രമിച്ച് മാരകമായി മുറിപ്പെടുത്തിയത് ഭാര്യാപിതാവ് ശശിയെയും ശശിയുടെ സഹോദരി രാധാമണിയെയും. കൃത്യത്തിന് പ്രതി ജയകുമാർ ഉപയോഗിച്ച ആയുധമാണ് ദിവസങ്ങൾ നീണ്ട ശ്രമകരമായ ദൗത്യത്തിനൊടുവിൽ കണ്ടെത്തിയത്. സംഭവശേഷം പ്രതി ട്രെയിനിൽ കായംകുളം മുതൽ ചെങ്ങന്നൂർ വരെ സഞ്ചരിച്ചത് പലതവണ പോലീസ് പുനരാവിഷ്കരിച്ചു. ട്രെയിൻ യാത്രയ്ക്കിടെ കത്തി വലിച്ചെറിഞ്ഞതായി ചോദ്യം ചെയ്യലിൽ ഇയാൾ വെളിപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. ഈ വഴിയിലൂടെ പോലീസ് സംഘത്തിലെ ഉദ്യോഗസ്ഥർ പലതവണ യാത്ര ചെയ്തു. സ്വതന്ത്ര സാക്ഷി എന്ന നിലയ്ക്ക് കോയിപ്പുറം വില്ലേജ് അസിസ്റ്റന്റിനെയും പോലീസ് ഫോട്ടോഗ്രാഫറെയും ഒപ്പം കൂട്ടി. പല ഘട്ടങ്ങളിലായി അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ 20 കിലോമീറ്ററോളം ദൂരം നടന്ന് നിരീക്ഷിക്കുകയും ചെയ്തു. ഇതിലൂടെ പ്രതി കത്തി ഉപേക്ഷിച്ച സ്ഥലം കൃത്യമായി മനസ്സിലാക്കി. തലക്കരയിലെ പൊന്തക്കാട്ടിനുള്ളിൽ നിന്നാണ് കത്തി കണ്ടെത്തിയത്. സംഭവശേഷം മുങ്ങിയ പ്രതിയെ 4-ാം ദിവസം തിരുവല്ലയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. പരപുരുഷ ബന്ധം സംശയിച്ചാണ് ജയകുമാർ ശാരിമോളുമായി കലഹിച്ചത്. തുടർന്നായിരുന്നു അക്രമം. ബ്യൂട്ടി പാർലറിൽ സഹായിയായി പ്രവർത്തിച്ചു വന്ന ശാരിമോളെ അവിടെ എത്തി കൂട്ടിക്കൊണ്ടുവന്ന ശേഷമായിരുന്നു അക്രമവും കൊലപാതകവും. കവിയൂർ സ്വദേശിയായ ജയകുമാർ വിവാഹശേഷം ഭാര്യയുടെ കുടുംബത്തോടൊപ്പം കൂടുകയായിരുന്നു. ഇവിടെ നിരവധി തവണ കുടുംബ പ്രശ്നങ്ങളുണ്ടായി. ശാരി നൽകിയ പരാതിയിൽ പോലീസ് ഇടപെട്ട് ദമ്പതികൾക്ക് കൗൺസിലിംഗ് നൽകിയ സംഭവങ്ങളുമുണ്ട്. പലപ്പോഴും പരാതികൾ കേസെടുക്കേണ്ടെന്നും താക്കീത് നൽകിയാൽ മതിയെന്നുമായിരുന്നു ശാരിമോൾ സ്വീകരിച്ചിരുന്ന നിലപാട്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.